ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെ നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ എപ്പോഴും കേൾക്കുന്ന 3 വാക്കുകളാണ് ഹബ്, സ്വിച്ച്, റൗട്ടർ. മൂന്ന് നെറ്റ്വർക്കിംഗ് ഡിവൈസുകളാണ്. പക്ഷേ മൂന്നും വർക്ക് ചെയ്യുന്ന രീതിയും ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സാധാരണ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ വർക്കിംഗ് തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 3 നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെ പറ്റി ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോവുകയാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ലിനക്സ്, സൈബർ സെക്യൂരിറ്റി, അതുപോലെ നെറ്റ്വർക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ട്യൂട്ടോറിയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഹബ്ബും സ്വിച്ചും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇത് രണ്ടും ഏറെക്കുറെ സിമിലറാണ്. 2 അല്ലെങ്കിൽ 2 കൂടുതൽ ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഈ ഹബ്ബും സ്വിച്ചും. പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹബ്ബ് എന്ന് പറയുന്നത് ഇൻ്റലിജൻ്റ് അല്ല, സ്വിച്ച് എന്ന് പറയുന്നത് ഇൻ്റലിജൻ്റ് ആണ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം ഹബ്ബ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻ്റർഫേസുകൾ, ഹാർഡ്വെയർ ഇൻ്റർഫേസുകൾ ഉള്ള ഒരു ഡിവൈസാണ്. ഒരു ഹബ്ബിന് മൾട്ടിപ്പിൾ പോർട്ട്സ് ഉണ്ടാവും. നമുക്കൊരു 4 പോർട്ടുള്ള ഹബ്ബിനെ കൺസിഡർ ചെയ്യാം. ഈ 4 പോർട്ടുള്ള ഹബ്ബിലേക്ക് നമുക്ക് 4 ഡിവൈസസ് കണക്ട് ചെയ്യാം. സാധാരണ ഇഥർനെറ്റ് കേബിൾ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. 4 പോർട്ടിലേക്ക് ABCD എന്ന് പറയുന്ന 4 ഡിവൈസുകളെ കണക്ട് ചെയ്തു. ഈ 4 ഡിവൈസുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ നേരത്തെ ഇൻ്റലിജൻ്റ് അല്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ A എന്ന് പറയുന്ന ഡിവൈസിന് B എന്ന് പറയുന്ന ഡിവൈസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്തെങ്കിലും ഒരു ഡേറ്റ പാക്കറ്റ് അയച്ചു കൊടുക്കണമെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്ന ഡിവൈസ് ഹബ്ബിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഈ ഹബ്ബ് എല്ലാ ഡിവൈസിലേക്കും, A ഒഴിച്ച് ബാക്കി എല്ലാ ഡിവൈസിലേക്കും ഈ ഡേറ്റ പാക്കറ്റ് ഫോർവേഡ് ചെയ്യുന്നു. ശരിക്കും നമ്മുടെ B എന്ന് പറയുന്ന ഡിവൈസിനാണ് ഈ ഒരു ഡേറ്റ പാക്കറ്റ് കിട്ടേണ്ടതെങ്കിലും ഈ ഹബ്ബ് എല്ലാ ഡിവൈസിലേക്കും, എല്ലാ പോർട്ടിലേക്കും അയച്ചു കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ A എന്ന് പറയുന്ന ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ടിൽ വരുന്ന ഡേറ്റ പാക്കറ്റ് ബാക്കി എല്ലാ പോർട്ടിലേക്കും ഈ ഒരു ഹബ്ബ് ഫോർവേഡ് ചെയ്യുന്നു. ഇവിടെ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബാൻഡ് വിഡ്ത്ത് വേസ്റ്റ് ആണ്. കാരണം നമുക്ക് Cക്കും Dക്കും ഈ ഡേറ്റ ആവശ്യമില്ല, പക്ഷേ എന്നാലും ഇത് അയച്ചു കൊടുക്കുന്നു. 2 സെക്യൂരിറ്റി കൺസേൺ. ഈ Bക്ക് അയച്ചു കൊടുക്കുന്ന ഡേറ്റ കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ അത് Cക്കും Dക്കും പോകുന്നു. സോ ബേസിക്കലി ഒരു പോർട്ടിൽ വരുന്ന ഡേറ്റ ഹബ്ബിൻ്റെ കേസിലാണെങ്കിൽ എല്ലാ പോർട്ടിലേക്കും ഒരു ഫിൽറ്ററിങ്ങും ഇല്ലാതെ ഫോർവേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് സ്വിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സ്വിച്ച് എന്ന് പറയുന്നതും ഹബ്ബ് പോലെ തന്നെയാണ് ഏറെക്കുറെ. ഹബ്ബിനകത്ത് പോർട്ടുകളുള്ളതുപോലെ തന്നെ സ്വിച്ചിനകത്തും മൾട്ടിപ്പിൾ പോർട്ട്സ് ഉണ്ടാവും. ഈ പോർട്ടുകളിലേക്ക് നമുക്ക് ഓരോ ഡിവൈസുകളെ കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്വിച്ചിൻ്റെ കേസിൽ സ്വിച്ച് ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വിച്ചിൻ്റെ കേസിൽ സ്വിച്ചിൻ്റെ ഓരോ പോർട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളുടെ ഹാർഡ്വെയർ അഡ്രസ്സ് അല്ലെങ്കിൽ മാക് അഡ്രസ്സ് റീഡ് ചെയ്യാനും അത് ലേൺ ചെയ്യാനും അത് സ്വിച്ചിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഹാർഡ്വെയർ അഡ്രസ്സ് അല്ലെങ്കിൽ മാക് അഡ്രസ്സ് എന്താണെന്ന് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ പറഞ്ഞായിരുന്നു അല്ലേ? എല്ലാ നെറ്റ്വർക്കിംഗ് ഡിവൈസുകളുടെ ഇൻ്റർഫേസുകൾക്ക് അതിൻ്റേതായ ഒരു യുണീക്ക് അഡ്രസ്സ് ഉണ്ടാവും. ഒരു മാക് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഈ മാക് അഡ്രസ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് അറിയത്തില്ല എങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. സോ അത് കണ്ടിട്ട് ഇതിലേക്ക് വരിക. സോ സ്വിച്ചിൻ്റെ ഒരു മെമ്മറി ഉണ്ടാവും. ആ ഒരു മെമ്മറിയിൽ ആ സ്വിച്ചിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ ഏത് പോർട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നും ആ പോർട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർഡ്വെയർ അഡ്രസ്സ് അല്ലെങ്കിൽ മാക് അഡ്രസ്സ് എന്താണെന്നും സ്റ്റോർ ചെയ്ത് വെക്കും. സോ നമ്മളൊരു ഡിവൈസിലേക്ക് ഒരു പാക്കറ്റ് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ പാക്കറ്റിനകത്ത് ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സ് ഉണ്ടാവും. എന്നിട്ട് ആ ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സ് ഉള്ള ഡിവൈസ് ഏത് പോർട്ടിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു പോർട്ടിലേക്ക് മാത്രമേ ആ ഡേറ്റ ഫോർവേഡ് ചെയ്യത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു സ്വിച്ച് ഉണ്ടെന്ന് വെച്ചോളൂ. അതിന് 4 പോർട്ടുണ്ട്. നമ്മൾ ABCD എന്ന് പറയുന്ന ഡിവൈസുകൾ പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3, പോർട്ട് 4 എന്ന് പറയുന്ന 4 പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ടേബിളിനകത്ത് ഓരോ ഡിവൈസും കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ടും അതിന് കറസ്പോണ്ടിങ് മാക് അഡ്രസ്സും ഉണ്ടാവും.
സോ ഡിവൈസ് എക്ക് ഡിവൈസ് ബിയിലേക്ക് എന്തെങ്കിലും ഒരു പാക്കറ്റ് അയച്ചു കൊടുക്കണമെന്ന് വെച്ചോളൂ. ഡിവൈസ് എയിൽ നിന്ന് സ്വിച്ചിലേക്ക് വരുന്ന ആ ഒരു പാക്കറ്റിന് അതിൻ്റെ ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സ് ഉണ്ടാവും. ഈ സ്വിച്ചിങ് ടേബിളിൽ നോക്കിയിട്ട് ഈ സ്വിച്ച് അത് ഏത് പോർട്ടിലേക്കാണോ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സ് ഉള്ള ഡിവൈസ് ഏത് പോർട്ടിലേക്കാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് മാത്രമേ ഡേറ്റ സെൻഡ് ചെയ്യത്തുള്ളൂ, ബാക്കിയുള്ള പോർട്ടിലേക്ക് സെൻഡ് ചെയ്യത്തില്ല. ഇതുകൊണ്ടാണ് സ്വിച്ച് എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓഫീസ് നോക്കുകയാണെങ്കിലും ഒരു ഹോം നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിലും എവിടെ നോക്കുകയാണെങ്കിലും ഹബ്ബുകൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സാധാരണ സ്വിച്ചസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഹബിനുള്ള ഡിസഡ്വാൻറ്റേജസ് സ്വിച്ചിനില്ല. സ്വിച്ചിന് ബാൻഡ് വിഡ്ത്ത് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സെക്യൂരിറ്റിയും നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ഈ പറഞ്ഞ ഹബ്ബും സ്വിച്ചും ഒരു നെറ്റ്വർക്കിനകത്താണ് സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന് പുറത്തോട്ട് ഒരു നെറ്റ്വർക്കിന് പുറത്തോട്ട് ഡേറ്റ അയക്കാനോ, ഒരു നെറ്റ്വർക്കിൽ നിന്നും വേറൊരു നെറ്റ്വർക്കിലേക്ക് ഡേറ്റ അയക്കാനോ, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നിന്നും ഇൻ്റർനെറ്റിലേക്ക് ഡേറ്റ അയക്കാനോ റിസീവ് ചെയ്യാനോ പറ്റത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്കിൽ നിന്നും വേറൊരു നെറ്റ്വർക്കിലേക്ക് ഡേറ്റ പാക്കറ്റ്സ് അയക്കണമെങ്കിൽ ആ കണക്റ്റ് ചെയ്യുന്ന ഡിവൈസിന് IP അഡ്രസ്സ് എന്ന് പറയുന്ന അഡ്രസ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീട്ടിൽ ഒരു ഹോം നെറ്റ്വർക്ക് ഉണ്ടെന്ന് വെച്ചോളൂ. നിങ്ങളുടെ വീട്ടിലൊരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ട്. അതിലേക്ക് പല പല ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈസുകൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ഈ വൈഫൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അതേസമയം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഇത് രണ്ടും രണ്ട് നെറ്റ്വർക്കാണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നിന്നും വൈഡ് ഏരിയ നെറ്റ്വർക്കിലേക്ക് ഡേറ്റ അയച്ചു കൊടുക്കാനോ റൗട്ട് ചെയ്യാനോ അതുപോലെ റിസീവ് ചെയ്യാനോ സെൻഡ് ചെയ്യാനോ ഈ സ്വിച്ചിനെ കൊണ്ടോ ഹബിനെ കൊണ്ടോ പറ്റത്തില്ല. അതിന് IP അഡ്രസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പല പല നെറ്റ്വർക്കുകളുടെ IP അഡ്രസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് വേണം. ഈ ഡിവൈസാണ് റൗട്ടർ എന്ന് പറയുന്നത്. റൗട്ടർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ മെയിൻ ഉദ്ദേശം, മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിൽ നിന്നും വേറൊരു നെറ്റ്വർക്കിലേക്ക് ഡേറ്റ റൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളിൽ നിന്നും മറ്റൊരു നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ ഉള്ള ഒരു ഗേറ്റ് വേ ആണ് നെറ്റ്വർക്ക് റൗട്ടർ എന്ന് പറയുന്ന ഡിവൈസ്. സോ ഇതാണ് ഹബ്ബും സ്വിച്ചും റൗട്ടറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.